എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം അലാസ്കയിൽ വെച്ച് നടന്ന ട്രംപ് പുടിൻ ചർച്ച പരാജയപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്ക ഇന്ത്യയുടെ മേൽ 50% താരിഫ് ഏർപ്പെടുത്തുന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അപ്പോൾ ആ ചർച്ച അമ്പയെ പരാജയമായിരുന്നു. 1.5 മണിക്കൂർ നീണ്ട ആ ചർച്ച കഴിഞ്ഞിട്ട് പുടിൻ എന്താ മാധ്യമങ്ങളോട് പറഞ്ഞതെന്നറിയോ? നോ ഡീൽ എന്ന്. അപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ സുഡാപ്പികളും ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകരും ഇടതുപക്ഷ ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ, വലിയ രീതിയിൽ ആഘോഷമായി. അതായത് ഇന്ത്യ തകരാൻ പോവുകയാണ്, നരേന്ദ്രമോദി സർക്കാർ എന്താ പറയുക താഴെ വീഴാൻ പോവുകയാണ്, നരേന്ദ്രമോദിയെ ജനങ്ങൾ അടിച്ചോടിക്കുകയാണ്, ബംഗ്ലാദേശിലെ മാതിരി നരേന്ദ്രമോദിക്ക് ഇവിടുന്ന് വിമാനം കയറിയിട്ട് വേറെ രാജ്യത്ത് അഭയം തേടേണ്ടി വരും എന്നൊക്കെയാണ് കേരളത്തിലെ സുഡാപ്പികളൊക്കെ വ്യാപക പ്രചരണം അഴിച്ചുവിട്ടത്. പക്ഷേ എന്നിട്ടും അതായത് അമേരിക്ക പറഞ്ഞില്ലേ അത് ആ ചർച്ച പരാജയപ്പെട്ടു, അത് ഓക്കെ. അപ്പോൾ ചർച്ച പരാജയപ്പെട്ട് കഴിഞ്ഞാൽ 50% നികുതി ഇന്ത്യക്ക് ഏർപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടും ഇന്ത്യക്ക് ഒരു കുലുക്കമില്ല. ഇന്ത്യ എന്താ പറയുക നെഞ്ചും വിരിച്ച് നിൽക്കുകയാണ്. അതിന് വ്യക്തമായ കാരണമുണ്ട്. എന്താണെന്ന് വെച്ചോ, ഈ പുട്ടിനെ കണ്ടിട്ടൊന്നുമല്ല ഇന്ത്യ എന്താ പറയണ്ടേ അമേരിക്കക്കെതിരെ എന്താണ് നെഞ്ചും വിരിച്ച് നിൽക്കുന്നത്. പുട്ടിൻ ചിലപ്പോൾ നമ്മളെ സഹായിക്കും ചിലപ്പോൾ സഹായിക്കാതിരിക്കാം. പുട്ടിനെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. സഹായിച്ചാൽ കൊള്ളാം, സഹായിച്ചില്ലെങ്കിൽ നമുക്ക് വിഷയമേ അല്ല. അപ്പോൾ കേരളത്തിലെ ചില മാധ്യമങ്ങളൊക്കെ പറയുന്നവർ ഇന്ത്യ എന്താ പറയുക പുടിൻ്റെ സഹായത്തിലാണ് ഇങ്ങനെ നിലനിന്ന് പോകുന്നത്, പുടിനെ കണ്ടിട്ടാണ് ഇന്ത്യ അമേരിക്കക്കെതിരെ നെഞ്ചും വിരിച്ച് നിൽക്കുന്നത്. അങ്ങനെയല്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പോളിസീസ് ഉണ്ട്. ഇന്ത്യ ഒരു സ്വയം പര്യാപ്തമായ രാജ്യമാണെന്ന് വെച്ചാൽ പല രാജ്യങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ആരെങ്കിലും ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാലോ അങ്ങനെയുള്ള എന്താ പറയുക അടിമത്ത മനോഭാവം നമ്മോട് കാണിച്ചു കഴിഞ്ഞാൽ അവരോട് യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ച നമ്മൾ കാണിക്കില്ല. ഇപ്പോഴുണ്ടല്ലോ പെട്ടെന്ന് ഈ ഇന്ത്യ നെഞ്ചും വിരിച്ച് അമേരിക്കയുടെ മുമ്പിൽ നിൽക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? അമേരിക്കക്ക് എന്താ ആവശ്യം? അമേരിക്കയുടെ ജനിതക മാറ്റങ്ങൾ വരുത്തിയ അവരുടെ കുറേ പ്രൊഡക്ട്സ് ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റഴിക്കണം. ഇന്ത്യ എന്ന് വെച്ചാൽ 140 കോടി ജനങ്ങളുള്ള വലിയ മാർക്കറ്റാണ്. അത് കൂടുതൽ ആൾക്കാരും ദരിദ്രമാണ്. അപ്പോൾ അവർ പരീക്ഷണം നടത്താൻ പോകുന്ന ജനിതക മാറ്റം വരുത്തിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് നോക്കുന്ന പല പ്രൊഡക്ട്സും, ഡയറി പ്രൊഡക്ട്സ്, വെജിറ്റബിൾസ്, കാർഷിക അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവിടെ വിറ്റഴിക്കണം. അവർക്ക് വിറ്റഴിക്കണം മാത്രമല്ല അവരുടെ പരീക്ഷണശാല കൂടിയാണ് ഈ ഇന്ത്യ. എന്താണെന്ന് വെച്ചാൽ അവർ ജനിതക മാറ്റം പല എന്താ പറയണ്ടത് ഈ കെമിക്കൽ റിഫോർമേഷൻ വരുത്തിയ കാര്യങ്ങളൊക്കെ ഇവിടെ എന്താ പറയുക അവർക്ക് പരീക്ഷിച്ച് സക്സസ് ആണെങ്കിൽ മാത്രം അവരുടെ ജനങ്ങൾ ഉപയോഗിക്കും. എന്ന് ആലോചിച്ചൊക്കെ ഇന്ത്യയിലെ ജനങ്ങളെ അങ്ങനെയാണ് അമേരിക്ക കാണുന്നത്. അത് നരേന്ദ്രമോദിക്ക് നന്നായിട്ട് അറിയാം. അതായത് അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവർ മാർക്കറ്റ് പിടിക്കൽ മാത്രമല്ല, അവരോട് വലിയ രീതിയിലുള്ള ജനിതക മാറ്റം വരുത്തിയ പ്രൊഡക്ട്സ് ഇന്ത്യയിൽ പരീക്ഷിച്ച് വിജയിച്ച് ഒരു കുഴപ്പമില്ലെങ്കിൽ അമേരിക്കൻ ജനതയ്ക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലാണ് ട്രംപ് കരുതുന്നത്. അത് നരേന്ദ്രമോദിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒരു കാരണവശാലും അമേരിക്കക്ക് മുന്നിൽ മടക്കില്ല എന്ന് നരേന്ദ്രമോദി തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ വലിയ രീതിയിൽ അപ്പോൾ ഇന്ത്യക്ക് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ വ്ളാഡിമിർ പുട്ടിനെ കണ്ടിട്ടൊന്നല്ല ഇന്ത്യ ഇങ്ങനെ നരേന്ദ്രമോദിയും ഇന്ത്യൻ സർക്കാരും ഇന്ത്യൻ ജനങ്ങളൊക്കെ നെഞ്ചും വിരിച്ച് നിൽക്കുന്നത്. ശരിക്കും ഇന്ത്യ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇന്ത്യയുടെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ ദിവസം സംഭവിച്ചു. അതായത് ഈ ട്രംപ് പുട്ടിൻ ചർച്ച പരാജയപ്പെട്ട ഉടനെ തന്നെ, അതിന് മുന്നേ തന്നെ, അതായത് ചർച്ച നടക്കുന്ന മുന്നേ തന്നെ നരേന്ദ്രമോദി ഒരു ഫോൺ കോൾ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് ഫോൺ കോൾ ചെയ്തു. അപ്പോൾ നരേന്ദ്രമോദി എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങൾ ഉടനെ തന്നെ ബ്രിക്സിൽ ജോയിൻ ചെയ്യണം. ഇപ്പോൾ ജപ്പാൻ ബ്രിക്സിൻ്റെ ഭാഗമല്ല. അപ്പോൾ ജപ്പാൻ ബ്രിക്സിൻ്റെ ഭാഗമായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്നറിയോ? ഈ ഇന്ത്യയും ജപ്പാനും ചൈനയൊക്കെ ഒന്നിച്ചു കഴിഞ്ഞാൽ അമേരിക്ക തകരുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അമേരിക്കയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി വരും. അത് വ്യക്തമായ കാരണങ്ങളുണ്ട്. അതെന്താണ് ഞാൻ പറഞ്ഞു തരാം. അത് അമേരിക്കക്കുണ്ടല്ലോ, ലോകത്തിലെ എല്ലാ ഏകദേശം 150ഓളം രാജ്യങ്ങളിൽ നിന്ന് പൈസ കടം വാങ്ങുന്ന, അതായത് ബോണ്ടായിട്ട് വാങ്ങുന്ന ഒരു പരിപാടിയുണ്ട്. അത് US ട്രഷറി ബോണ്ട് എന്ന് പറയുന്ന ഒരു പരിപാടി. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് പറയുമോ, അത് ഹൈ റിട്ടേൺ ആണ്. ചിലപ്പോൾ നിങ്ങൾ ഒരു വർഷത്തേക്ക് ഇപ്പോൾ ഒരു കോടി ഉറുപ്പിക ഇട്ടെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ ഒരു കോടി ഉറുപ്പിക ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ അത് 1.5 കോടിയാവും, 1.25 കോടിയാവും, ചിലപ്പോൾ 2 കോടിയാവും. അങ്ങനെ ഡബിൾ റിട്ടേൺ കിട്ടുന്ന ഒരു പരിപാടിയാണ് US ട്രഷറി ബോണ്ട്. അപ്പോൾ ഓരോ രാജ്യങ്ങളും ബാക്കി മിച്ചം വരുന്ന കാശ് ഈ US ട്രഷറി ബോണ്ടിൽ ഇടുന്നുണ്ട്. ഇന്ത്യ അടക്കം എല്ലാ രാജ്യങ്ങളും, ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഇടുന്നത്. ഹൈ റിട്ടേൺ ആണ് കിട്ടുന്നത്. നമ്മൾ ഈ കേരളത്തിലെ സഹകരണ ബാങ്കുകളൊക്കെ ഇല്ലേ, അവിടെ നമ്മൾ എന്താ പറയുക ഈ നമ്മൾ FD ഒക്കെ കിട്ടി കഴിഞ്ഞാൽ ചിലപ്പം മറ്റ് നാഷണലൈസ്ഡ് ബാങ്കുകളൊക്കെ ഇപ്പോൾ 6% കൊടുക്കുന്നു, 6.2, 6.1%. ആ സ്ഥാനത്ത് കേരളത്തിലെ CPM നിയന്ത്രിക്കുന്ന സഹകരണ ബാങ്കുകളൊക്കെ 8% വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക, നമ്മൾ കിട്ടുന്ന പൈസ അവിടെ കൊണ്ടിടും. അത്രയേ ഉള്ളൂ. നമുക്ക് ഒരു വർഷം കഴിഞ്ഞാൽ നല്ല റിട്ടേൺ കിട്ടും. അതുമാതിരി ഒരു പരിപാടിയാണ് ഈ എന്താ പറയുക ഈ US ട്രഷറി ബോണ്ട്. ഈ US ട്രഷറി ബോണ്ടിൽ ജപ്പാൻ ഇട്ടിരിക്കുന്ന എത്രയാണെന്നോ $1.1 ട്രില്യൺ. വലിയൊരു തുകയാണ്. എന്ന് വെച്ചാൽ $1.1 ട്രില്യൺ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് വെച്ചിട്ട് ജപ്പാൻ അമേരിക്കയെ ബാർഗെയിൻ ചെയ്യാൻ പറ്റും. അത് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ അമേരിക്കയിൽ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവും. അത് പെട്ടെന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഈ $1.1 ട്രില്യൺ ജപ്പാൻ എന്താ പറയുക US ട്രഷറി ബോണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ എന്താ ഉണ്ടാവാൻ പോകുന്നത്? അതായത് അത്രയും പൈസ അമേരിക്കയിൽ നിന്ന് ജപ്പാനിലോട്ട് ഒഴുകും.
അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ ബോറോയിങ് പവർ കുറയും. അത് അമേരിക്കൻ മാർക്കറ്റിൽ അമേരിക്കൻ സർക്കാരിന് വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടാകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഈ ലോണൊക്കെ കൊടുക്കില്ലേ, ഈ ലോണൊക്കെ കൊടുക്കുന്ന ഒരുപാട് കൺട്രോൾസ് അമേരിക്കയിൽ വരാൻ പോകും. ഇത്തിരി 1.1 ട്രില്യണാണ് അമേരിക്കയിൽ നിന്ന് ജപ്പാനായിട്ട് പോകുന്നത്. പിന്നെ അത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹോം ലോൺ, വെഹിക്കിൾ ലോൺ, വ്യാവസായിക ഇൻഡസ്ട്രി ലോണൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ വലിയ നിയന്ത്രണം വരും, വലിയ ഇൻട്രസ്റ്റ് വരും. അത് എടുക്കാതെ അവസ്ഥ വരും, ആൾക്കാർ വലിയ ഇൻട്രസ്റ്റ് വരും, ആൾക്കാർ എടുക്കാത്ത അവസ്ഥ വരും. അപ്പോൾ എന്താ ഉണ്ടാകും പോകുന്നത്, വലിയ രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അമേരിക്കയിൽ ഉണ്ടാകും. അതായത് ഇതൊക്കെ കാരണം മണി ഫ്ലോ അമേരിക്കയിൽ കുറയും. പിന്നെ ആൾക്കാർക്ക് കടം കൊടുക്കുന്ന, ആൾക്കാർ എടുക്കുന്ന അത്തരത്തിൻ്റെ പവർ കപ്പാസിറ്റി കുറയുമ്പോൾ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ അമേരിക്കയിൽ ഉണ്ടാകും. വലിയ രീതിയിൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് അമേരിക്കയിൽ ഉണ്ടാകും. അതൊക്കെ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് നരേന്ദ്രമോദിയും അജിത് ഡോവലൊക്കെ എന്താ പറയുക ജപ്പാൻ പ്രധാനമന്ത്രി വിളിക്കുകയും അവരോട് ഒഫീഷ്യലായിട്ട് സംസാരിക്കുകയും നിങ്ങൾ ഉടൻ തന്നെ ബ്രിക്സിൽ ജോയിൻ ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അപ്പോൾ ജപ്പാൻ എന്താ പറയുക, നരേന്ദ്രമോദിയോട് നല്ല രീതിയിൽ ബന്ധം പുലർത്തുന്ന, അതായത് ഇന്ത്യയായിട്ട് നല്ല രീതിയിൽ ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. അപ്പോൾ ആ ജപ്പാൻ നല്ല ഒരു ഗ്രീൻ സിഗ്നൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത പ്രകാരം ജപ്പാൻ ഉടൻ തന്നെ ബ്രിക്സിൽ ജോയിൻ ചെയ്യും. ബ്രിക്സിൽ ജോയിൻ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിക്സിൽ ജോയിൻ ചെയ്ത ഉടനെ തന്നെ ഈ 1.1 ട്രില്യൺ US ട്രഷറിയിൽ നിന്ന് വിഡ്രോ ചെയ്യും ജപ്പാൻ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ക്രൈസിസ് അമേരിക്കയിലുണ്ടാവും. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് ഒരിക്കലും കരുതിയില്ല ഇന്ത്യ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. അത് ജപ്പാന് അമേരിക്ക വിശ്വസിക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്ക പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻ വിശ്വസിക്കും എന്നാണ് ഇത്ര നാളും അമേരിക്ക വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇപ്പോൾ ജിയോ പൊളിറ്റിക്കലായ പല മാറ്റങ്ങളും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജപ്പാനും ഈ ബ്രിക്സിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ ജപ്പാൻ, ചൈന, ഇന്ത്യ, റഷ്യ ഇവരൊക്കെ ചേർന്ന് കഴിഞ്ഞാണ്ടല്ലോ അമേരിക്ക തപ്പിട്ട് പൊടിയാവും, ഒരു സംശയമില്ല. ഇവരൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാണ്ടല്ലോ പുതിയ കറൻസി ഇതൊന്നും കൊണ്ടുവരണം, ബ്രിക്സിന് പുതിയ കറൻസി കൊണ്ടുവരാണെന്നും ഇന്ത്യക്കും ചൈനക്കും എന്താ പറയുക ഇവർക്കൊന്നും ഒരു ആഗ്രഹവും ഇല്ല. പക്ഷേ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് US ട്രഷറി ബോണ്ട് എന്ന് പറയുന്ന കാര്യത്തിൽ കൈവച്ച് കഴിഞ്ഞാൽ ഇവർ തപ്പിട്ട് പൊടിയാവും. അതെന്ന് വെച്ചാൽ ഈ ഡോളർ കൂപ്പ് കുത്തും. ഇപ്പോൾ ഏകദേശം എന്താ പറയണ്ടേ 84 76 ആ റേഞ്ചിലാണ് കാര്യങ്ങൾ ഡോളറിൻ്റെ ഇത്. അപ്പോൾ അത് കൂപ്പ് കുത്തും, ഒരു 50 രൂപയിലേക്ക് ഡോളർ എത്തും. അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ US ഉണ്ടല്ലോ അവർ സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമാകും. അപ്പോൾ ഇത് തന്നെയാണ് ഈ പുടിൻ ട്രംപ് ചർച്ചയിലുണ്ടല്ലോ. പുടിൻ ട്രംപിനോട് പറഞ്ഞൊരു കാര്യമാണ്, ഇൻ കേസ് ജപ്പാൻ ബ്രിക്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കട പൂട്ടുന്നില്ല, ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞില്ലേ എന്തുകൊണ്ടാണ് ആദ്യത്തെ 2 മിനിറ്റ് ചർച്ചയിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും അത് റഷ്യ എന്നാണ് നമ്മുടെ സഹകരിക്കുമോ, അത് ചർച്ച പരാജയമാണോ സക്സസ് ആവുമോ എന്നുള്ള കാര്യം ട്രംപിന് അറിയാമെന്നുള്ളതല്ലേ. ട്രംപ് ആദ്യം തന്നെ ഈ കാര്യമാണ് എടുത്തിട്ടിരിക്കുന്നത്. നിങ്ങൾ ജപ്പാൻ ബ്രിക്സിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, അതിൻ്റെ കോൺസിക്വൻസ് നേരിടാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നൊരു ചോദ്യം പുടിൻ ട്രംപിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് ട്രംപ് ഫ്ലാറ്റായി എന്നാണ് പറയുന്നത്. അവർക്കറിയാം 1.1 ട്രില്യൺ US ഡോളർ അവിടെ നിന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കാശ് ഇവിടത്തേക്ക് കഴിഞ്ഞാൽ അവിടുത്തെ എന്തായിരിക്കും അവസ്ഥ. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ജപ്പാൻ്റെ ആ ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അമേരിക്കയിൽ നിന്ന് ജപ്പാനിലോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അമേരിക്ക സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധികൾ നേരിടും. അപ്പോൾ ഇതൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി നെഞ്ചം വിരിച്ച് നിൽക്കുന്നത്. മോദിക്കറിയാം ജപ്പാൻ എങ്ങനെ എന്താ പറയേണ്ടത് ഇന്ത്യയായിട്ട് അടുപ്പിക്കാം, ബ്രിക്സിലോട്ട് കൊണ്ടുവരേണ്ടത് എങ്ങനെയൊക്കെയാണെന്നുള്ള തന്ത്രം നരേന്ദ്രമോദിക്ക് നന്നായിട്ട്. ഓക്കെ, നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.